ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശത്രുക്കൾ ഒന്നടങ്കം ശ്രമിക്കുന്നു. കുഞ്ഞിൻ്റെ ജനനശേഷം മഹി ആ കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തേക്ക് തന്നെ തിരികെ വരുമോ എന്നുള്ള ഒരു പേടി ശത്രുക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. കണ്ണൻ ഒരുപക്ഷെ മഹിയോട് ക്ഷമിക്കാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല, കുഞ്ഞിൻ്റെ ജനനശേഷം ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങളറിയും. പിന്നീട് അദ്ദേഹമായിരിക്കും കമ്പനി ഭരിക്കാൻ പോകുന്നത് എന്നുള്ള മഹിയുടെ വാക്കുകളും ശത്രുക്കളെ ഒന്നടങ്കം അലട്ടുന്നുണ്ട്. കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് കണ്ണൻ നടന്ന കാര്യവും കണ്ണൻ്റെ കുഞ്ഞാണ് തൻ്റെ വയറ്റിൽ വളരുന്നത് എന്നുള്ളൊരു സത്യവും കണ്ണനും മഹിയും ശത്രുക്കളിൽ നിന്നെല്ലാം മറച്ചു വെച്ചിരിക്കുന്നത്. എങ്ങനെ ഒരു നാടകം കളിച്ച് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ പോയി താമസിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ്. ഒടുവിൽ മഹിക്ക് അവിടെയും സുരക്ഷിതത്വം ഇല്ലാതാവുന്നുണ്ട് കേട്ടോ. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശത്രുക്കൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം കണ്ണനെയും മഹിയെയും വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട്. അങ്ങനെ മഹി ആശ്വാസത്തിനായിട്ട് ദേവിയെ തൊഴാനായിട്ട് കുടുംബക്ഷേത്രത്തിൽ എത്തുന്നു. അപ്പോൾ തൊഴുതിറങ്ങുന്ന മഹിയുടെ മുന്നിലേക്ക് അമ്മ കടന്നു വരുന്നുണ്ട്. മഹിയെ കാണുന്നതും അമ്മ ചോദിക്കുന്നുണ്ട്. മോളുടെ മനസ്സിലെ സങ്കടം അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ശത്രുക്കൾ മോളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പരക്കം പായുകയാണെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മോളുടെ കുഞ്ഞിന് ഒരാപത്തും വരില്ല. ഈശ്വരൻ തന്നെ ആ കുഞ്ഞിനെ കാവലുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന് ഒരാപത്തും വരരുതെന്ന് കരുതിയിട്ടാണ് ആത്മാഭിമാനം പണയം വെച്ചും അവരെല്ലാം പറയുന്ന അറപ്പുളവാക്കുന്ന വാക്കുകൾ സഹിക്കുന്നതും. എന്നിട്ടും എൻ്റെ കുഞ്ഞിന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പോലും രക്ഷയില്ല എന്ന് വന്നാൽ എന്തു ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹി വല്ലാതെ തന്നെ സങ്കടപ്പെടുമ്പോൾ മോൾക്ക് അമ്മയുടെ വാക്കുകൾ വിശ്വാസമില്ലേ? മോൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും എന്നുള്ള കാര്യത്തിന് ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല എന്നുള്ള കാര്യം മഹിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ അമ്മ. അങ്ങനെ ശത്രുക്കൾ പല വഴികൾ നോക്കുന്നുണ്ട് മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാനായിട്ട്. പക്ഷെ അവർക്ക് അതിനൊന്നും കഴിയുന്നില്ല. അങ്ങനെ കാത്തിരുന്ന മഹാലക്ഷ്മിയുടെ 7-ാം മാസത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്നു. ആ സമയത്ത് മേഘൻ മഹിയെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ വെച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വാടക കൊലയാളിയെ അവിടേക്ക് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മി ഇല്ലാതായാൽ മാത്രമേ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം തിരികെ കണ്ണനിൽ നിന്ന് വന്നു ചേരൂ. എങ്കിൽ മാത്രമേ കണ്ണൻ സ്വാതിയെ വിവാഹം കഴിക്കുന്നത് കൊണ്ടും കാര്യമുള്ളൂ എന്നെല്ലാം ആലോചിച്ചുകൊണ്ടാണ് മേഘന അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മഹാലക്ഷ്മി അതിൽ നിന്നെല്ലാം തലനാരിഴയ്ക്ക് തന്നെ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ ജീവിതം കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. കണ്ണൻ അവരുടെ സൈഡാണെന്ന് തന്നെയാണ് ശത്രുക്കൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ മഹാലക്ഷ്മിക്ക് നേരെയുള്ള ആ കൊലപാതക ശ്രമത്തെ മുൻകൂട്ടി അറിയാനും അത് തടയാനും കണ്ണന് സാധിക്കുന്നുണ്ട്. അങ്ങനെ മഹിയെ കൊലപ്പെടുത്താനുള്ള മേഘൻ്റെ ആശ്രമം, അതായത് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ പോലും മഹി സുരക്ഷിതയല്ല എന്നുള്ള ഒരു കാര്യം കണ്ണനെയും മഹിയെയും അതുപോലെ തന്നെ അനന്തുവിനെയും ലേഖയൊക്കെ വല്ലാതെ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുന്നതുവരെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യം, അതായത് മഹിയുടെ സുരക്ഷിതമായിട്ടുള്ളൊരു താമസ സ്ഥലത്തെക്കുറിച്ച് ഉള്ള ചിന്തകൾ അവരെ വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട്. മോഹിനിയാണെങ്കിലും വല്ലാതെ വിഷമിക്കുന്നുണ്ട്. സ്വന്തം മകളെ ഈ ഒരു അവസരത്തിൽ പരിചരിക്കാൻ പോലും കഴിയുന്നില്ല. അവളെ ഈ വീട്ടിൽ കൊണ്ടു നിർത്തി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. മഞ്ജുവിൻ്റെ വീട്ടിൽ മഹിയെ മറ്റാരും അറിയാതെ താമസിപ്പിക്കാമെന്ന് കരുതിയാൽ അവിടെയാണെങ്കിലും മേഘൻ്റെയും പ്രതാപൻ്റെയും ആൾക്കാർ വന്നു കയറാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് എല്ലാവരും വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം ആണ് എല്ലാത്തിനും ഒരു സൊല്യൂഷനായിട്ട് മാർക്കോ വരുന്നത്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയുടെ പ്രസവം കഴിയുന്നത് വരെ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, ശത്രുക്കളുടെ കണ്ണെത്താത്ത ഒരു സ്ഥലം. മഹാലക്ഷ്മി എവിടെയുണ്ടെന്ന് പ്രതാപനോ മേഘനോ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതെവിടെയാണ് മാർക്കോ അങ്ങനെ ഒരു സ്ഥലം എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ഇയാളെ പെട്ടെന്ന് കാണാതായാൽ എല്ലാവരും സംശയിക്കില്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനോടൊപ്പം പോയി എന്ന് കരുതി ശത്രുക്കൾ സന്തോഷിക്കട്ടെ. പ്രസവം കഴിഞ്ഞ് കണ്ണൻ സാറിനോടൊപ്പം മഹാലക്ഷ്മി കമലേശ്വരത്തേക്ക് കയറി വരുമ്പോൾ ഞെട്ടാൻ പോകുന്നത് അവർ തന്നെയായിരിക്കും. അന്ന് അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ എല്ലാം ഓർത്ത് അവർക്ക് തന്നെ അതെല്ലാം അബദ്ധമായെന്ന് തോന്നുമെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്.
സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മഹാലക്ഷ്മി പ്രസവം കഴിയുന്നത് വരെ അവിടെ സുരക്ഷിതയാകും. മഹാലക്ഷ്മിക്ക് ഈ ഭൂമിയിൽ ഇത്രയും ആരെയും പേടിക്കാതെ ജീവിക്കാൻ ഇത്രയും പറ്റിയൊരു സ്ഥലം വേറെ കാണില്ല എന്ന് മാർക്കോ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാർക്കോ തന്നെ മഹിയെയും കണ്ണനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അത് വേറെ എവിടെയോ അല്ല, നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ മാർക്കോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതും മഹിക്കും കണ്ണനും ശരിക്കും അത്ഭുതമാവുന്നുണ്ട് അമ്മയെ കാണുമ്പോൾ. അപ്പോൾ സിദ്ധിയായിട്ടുള്ള അമ്മയും മാർക്കോയും തമ്മിൽ മുൻപ് തന്നെ പരിചയമുണ്ട് എന്നുള്ള ഒരു കാര്യവും മഹിയെ വല്ലാതെ തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം അമ്മയെക്കുറിച്ച് പലതവണ ചോദിച്ചിട്ടും അമ്മ ഇതുവരെ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതാ ഒരു സർപ്രൈസ് പോലെ അമ്മയുടെ വീട്ടിൽ തന്നെ താൻ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മഹിയെ വല്ലാതെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് കണ്ണനും അമ്മയെ തിരിച്ചറിയുന്നത്. അതായത് തനിക്ക് വർഷങ്ങൾക്ക് മുൻപ് അയ്യപ്പ വിഗ്രഹം തന്നത് ഈ സിദ്ധിയായിട്ടുള്ള അമ്മ തന്നെയായിരുന്നു എന്നുള്ള കാര്യവും കണ്ണൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഏതായാലും പ്രസവം കഴിയുന്നത് വരെ അമ്മയുടെ പരിചരണത്തിൽ തന്നെയാണ് കേട്ടോ മഹി ആ വീട്ടിൽ കഴിയുന്നത്. അങ്ങനെ ശത്രുക്കൾക്ക് ആർക്കും തന്നെ എത്തിപ്പെടാൻ കഴിയാതെ അമ്മയുടെ പരിചരണത്തിൽ സുരക്ഷിതത്വത്തിൽ മഹി അവിടെ സേഫായി ജീവിക്കുന്നു. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്